അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 4-ാം ക്ലാസ്സിൻ്റെ ലിസാനുൽ ഖുർആൻ എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിൽ വന്ന വാർഷിക പരീക്ഷയുടെ അഥവാ കൊല്ലപരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം. നൂസിലു ബിൽ മുനാസിബി. അപ്പോൾ താഴെ 5ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിനോട് യോജിച്ചത് ആ ബോക്സിൽ നിന്നും എടുത്തെഴുതാനാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ലഗിബൽ വലതു ഡാഷ് അൽ ഖുറത്തി. അപ്പോൾ ആദ്യം ആ ബോക്സിലുള്ളതൊന്ന് നോക്കാം. ഫി, മിന, ഇല, ബി, അനി. അപ്പോൾ ചോദ്യം 1, ലഗിബൽ വലതു ബിൽ ഖുറത്തി. അവിടെ വേണ്ടത് ഏതാണ്? ബി എന്നാണ്. ലഗിബ കളിച്ചു, അൽ വലതു കുട്ടി കളിച്ചു, ബിൽ ഖുറത്തി എന്തുകൊണ്ട്? ബോൾ കൊണ്ട്. അപ്പോൾ അവിടെ ബി എന്നാണ് വേണ്ടത്. രണ്ടാമത്തെ ചോദ്യം, ഹറബ തിഫ്ലു ഡാഷ് അൽ കൽബി. ഹറബ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടു എന്നാണ് അർത്ഥം. ഹറബ തിഫ്ലു കുട്ടി രക്ഷപ്പെട്ടു, അനിൽ കൽബി എന്തിൽ നിന്ന്? നായയെ തൊട്ട്. അപ്പോൾ അവിടെ വേണ്ടത് അതാണ്, അനി എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തത്, നബത്തൽ ഉഷ്ബു പുൽച്ചെടി മുളച്ചു ഡാഷ് അൽ അർലി. അപ്പോൾ എന്തിലാണ്? അർലി എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്. അപ്പോൾ അവിടെ വേണ്ടത് ഫി എന്നാണ്. ഫിൽ അർലി ഭൂമിയിൽ. നബത്തൽ ഉഷ്ബു പുൽച്ചെടി മുളച്ചു, നബത്ത എന്ന് പറഞ്ഞാൽ മുളച്ചു എന്നാണ്. ഫിൽ എന്ന് വരുമ്പോൾ ഇൽ എന്നാണ്. ഫിൽ അർലി എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ. നാലാമത്തത്, യൻളുറു തുല്ലാബു ഇല വജിഹിൽ ഉസ്താദി. അവിടെ വേണ്ടത് ഇല എന്നാണ്. യൻളുറു നോക്കും, അത്തുല്ലാബു കുട്ടികൾ, ഇല വജിഹിൽ ഉസ്താദി ഉസ്താദിൻ്റെ മുഖത്തിലേക്ക്. അപ്പം ലേക്ക് എന്നർത്ഥമാണ് അവിടെ ഇല എന്നത് വന്നത്. അപ്പോൾ അവിടെ ഇല എന്നാണ് വേണ്ടത്. അഞ്ചാമത്തത്, യൻസിലുൽ മത്തറു മഴ പെയ്യും, മിനസ്സമായി എവിടെ നിന്നാണ്? ആകാശത്ത് നിന്ന്. അപ്പം മിന എന്നാണ് അവിടെ എഴുതാനുള്ളത്. ഇനി രണ്ടാമത്തെ നോക്കാം. നുൻഷി ഉൽ അസ്ഇല ചോദ്യങ്ങൾ നിർമ്മിക്കാനാണ്, ചോദ്യങ്ങൾ ഉണ്ടാക്കാനാണ്. അപ്പോൾ അവിടെ ഉത്തരങ്ങൾ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ ഉത്തരങ്ങൾക്ക് നമ്മൾ എന്തുണ്ടാക്കി കൊടുക്കണം? ചോദ്യം ഉണ്ടാക്കി കൊടുക്കണം. ഇസ്മി ജാബിറുൻ എൻ്റെ പേര് ജാബിർ എന്നാണ്. അപ്പോൾ അതിൻ്റെ ചോദ്യം എങ്ങനെ വരും? മസ്മുഖ. അപ്പോൾ അവിടെ മസ്മുഖ എന്ന് എഴുതി കൊടുക്കുക. രണ്ടാമത്തത്, ബൈത്തി ഫിൽ ഖറിയത്തി. ബൈത്തി എൻ്റെ വീട്, ഫിൽ ഖറിയത്തി എവിടെയാണ്? പട്ടണത്തിലാണ്. അപ്പോൾ അവിടെ ചോദ്യം എങ്ങനെ വരും? ഐന ബൈത്തുക നിന്റെ വീട് എവിടെയാണ്? ഐന എവിടെയാണ്? ബൈത്തു വീട്, ക നിന്റെ. അപ്പോൾ അതാണ് അവിടെ ചോദ്യമായിട്ട് എഴുതാനുള്ളത്. ഇനി അടുത്ത ഉത്തരം, ഫി സൊഫി സലാസൂന ത്വാലിബൻ എൻ്റെ ക്ലാസ്സിൽ, ഫി സൊഫി എൻ്റെ ക്ലാസ്സിൽ, സലാസൂന ത്വാലിബൻ എത്ര വിദ്യാർത്ഥികളുണ്ട്? 30 വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അവിടെ ചോദ്യം എങ്ങനെ വരും? കം ത്വാലിബൻ ഫി സൊഫിക നിന്റെ ക്ലാസ്സിൽ എത്ര വിദ്യാർത്ഥികളുണ്ട്? കം എത്ര, ത്വാലിബൻ വിദ്യാർത്ഥികൾ, ഫി സൊഫിക നിന്റെ ക്ലാസ്സിൽ. ഇനി അടുത്തത് ചോദ്യം, അടുത്ത ഉത്തരം ഏതാണ്? ഫി യദി ഹഖീബത്തി. ഫി യദി എൻ്റെ കയ്യിൽ, ഹഖീബത്തി എൻ്റെ ബാഗാണ്. അപ്പോൾ ചോദ്യം എങ്ങനെ വരും? മാതാ ഫി യദിക നിന്റെ കയ്യിൽ എന്താണ്? അപ്പോൾ അവിടെ എഴുതാനുള്ളത് മാതാ ഫി യദിക. മാതാ എന്താണ്? ഫി യദി നിന്റെ, ഫി യദി കയ്യിൽ, ക നിന്റെ. ഇനി അഞ്ചാമത്തത്, അൽ കഅബതു ഫി മക്കത്തൽ മുക്കറമി മുക്കറമായിട്ടുള്ള മക്കയിലാണ് എന്ത്? കഅബ എന്നാണ് ഉത്തരം. അപ്പോൾ ചോദ്യം എങ്ങനെ വരും? ഐനൽ കഅബ എവിടെയാണ് കഅബ. ഇനി അടുത്തത്, നുറത്തിബു തർത്തീബാക്കിയിട്ട് എഴുതുക, ക്രമത്തിലാക്കി എഴുതുക. ഏതൊക്കെയാണ്? സഗീദുൻ, യാ ഫായിസുൻ, അൻത. അപ്പം എങ്ങനെ വരും? യാ ഫായിസു അൻത സഗീദുൻ. ഏ ഫായിസെ നീ ആരാണ്? സഗീദുൻ വിജയിയാണ്. അപ്പം അതാണ് അവിടെ യോജിപ്പിച്ച് എഴുതാനുള്ളത്. ഇനി രണ്ടാമത്തെ ചോദ്യം, അൻത യാ ഫൗസിയ ജാലി സത്തുൻ എന്നാണ്. അപ്പോൾ അവിടെ ഓർഡർ തെറ്റിയിട്ടാണ് കൊടുത്തത്. അത് ഓർഡർ ആക്കിയിട്ടാണ് എഴുതാനുള്ളത്. യാ ഫൗസിയ, എ ഫൗസിയ, അൻതി നീ. അപ്പോൾ ആണുങ്ങളാണെങ്കിൽ അൻത എന്നാണ് പറയുക, സ്ത്രീകളാണെങ്കിൽ അൻതി എന്നാണ് പറയുക. അൻതി നീ, ജാലിസത്തുൻ ഇരിക്കുന്നവളാണ്. യാ ഫൗസിയ, എ ഫൗസിയ, അൻതി നീ, ജാലിസത്തുൻ ഇരിക്കുന്നവളാണ്. ഇനി അടുത്തത്, നുജീബു ഉത്തരം എഴുതാനാണ്. അപ്പോൾ ഓരോന്നിനും അവിടെ 4ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പം അതിനൊക്കെ എന്ത് ചെയ്യുക? ഉത്തരം എഴുതുക. അപ്പോൾ ആദ്യത്തെ നോക്കാം. കൈഫൽ ഹാലു യാ തുല്ലാബ്. ഏ കുട്ടി നിന്റെ, ഏ വിദ്യാർത്ഥി നിന്റെ അവസ്ഥ എന്താണ്? അപ്പം അതിന് ഉത്തരമായിട്ട് എങ്ങനെ എഴുതുക? സൈൻ അൽഹംദുലില്ലാ എന്നാണ്. അപ്പോൾ ഇവിടെ അൽഹംദുലില്ലാ എന്നതിനർത്ഥം അറിയാലോ. സൈൻ നല്ലത്, അൽഹംദുലില്ലാ
സർവസ്തുതിയും അള്ളാഹുവിനാണ്. ഇനി അടുത്തത് രണ്ടാമത്തത് ഐന ബൈത്തുൽ മുഖദ്ദസ്. ബൈത്തുൽ മുഖദ്ദസ് എവിടെയാണ്? ഐന എവിടെയാണ്? ബൈത്തുൽ മുഖദ്ദസ്. ബൈത്തുൽ മുഖദ്ദസ് എവിടെയാണ് എന്നാണ് ചോദ്യം. അപ്പൊ അതിന്റെ ഉത്തരം എങ്ങനെ വരും? ബൈത്തുൽ മുഖദ്ദസ് ഫി ഫലസ്തീൻ. എവിടെയാണ്? ഫലസ്തീനിലാണ്. അപ്പൊ ഫലസ്തീൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈ കാലഘട്ടത്തിൽ അറിയാത്ത ആരും ഉണ്ടാവുകയില്ല അല്ലെ. എല്ലാ പത്രമാധ്യമങ്ങളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഫലസ്തീൻ. അപ്പൊ അവിടെ എവിടെയാണ് ബൈത്തുൽ മുഖദ്ദസ്? ബൈത്തുൽ മുഖദ്ദസ് ഫി ഫലസ്തീൻ, ഫലസ്തീനിലാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം, കം റിജുലൻ ലിൽ ബഖറ. കം എത്രയാണ്, റിജിലൻ കാലുകൾ എത്രയാണ്, ലിൽ ബഖറത്തി പശുവിന്. അപ്പൊ പശുവിന് എത്ര കാലുകൾ ഉണ്ട് എന്നാണ് ചോദ്യം. അപ്പൊ അതിന്റെ ഉത്തരം ഏതാണ്? ലിൽ ബഖറത്തി അർബഅതു അർജുലിൻ. എത്ര കാലുകളുണ്ട്? പശുവിന് 4 കാലുകളുണ്ട്. അർബഅതു അർജുലിൻ 4 കാലുകൾ. അർജുൽ എന്ന് പറഞ്ഞാൽ കാലുകൾ. ഇനി നാലാമത്തെ ചോദ്യം, കം ഷഹ്റൻ ലിസ്സനത്തി. കം എത്രയാണ്, ഷഹ്റൻ എത്ര മാസമാണ്, ലിസ്സനത്തി ഒരു വർഷത്തിൽ. അപ്പൊ ഒരു വർഷത്തിൽ എത്ര മാസമാണ് ഉള്ളത് എന്നാണ് ചോദ്യം. അപ്പൊ അതിന്റെ ഉത്തരം എങ്ങനെ വരും? ലിസ്സനത്തി 12 ഷഹ്റൻ. ലിസ്സനത്തി വർഷത്തിൽ 12 ഷഹ്റൻ മാസമാണ് ഉള്ളത്. അപ്പൊ 12 മാസമാണ് ഒരു മാസത്തിൽ ഉള്ളതെന്നാണ് ഉത്തരമായിട്ട് എഴുതാനുള്ളത്. ഇനി അടുത്തത് അഞ്ചാമത്തെ ഭാഗമാണ് നുഗരിബു. അപ്പൊ താഴെ 2ഓളം ചോദ്യങ്ങൾ അറബി മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ എന്താക്കി എഴുതണം? അറബിയിൽ എഴുതണം. ഏതാണ്? ഒന്ന്, അനീസു മദ്രസയിലേക്ക് പോകുന്നവനാണ്. അനീസ് മദ്രസയിലേക്ക് പോകുന്നവനാണ്. അപ്പൊ അവിടെ എങ്ങനെയാണ് അതിന്റെ അറബി എഴുതുക? അനീസുൻ ദാഹിബുൻ ഇലൽ മദ്രസത്തി. അനീസ് ദാഹിബുൻ പോകുന്നവനാണ്, ഇലൽ മദ്രസത്തി എവിടേക്ക്? മദ്രസയിലേക്ക്. ഇനി രണ്ടാമത്തത്, നീ നല്ലത് ചെയ്തു. നീ നല്ലത് ചെയ്തു. അപ്പൊ അതിന് ഒറ്റ വേർഡ് പറഞ്ഞാൽ മതി. ഏതാണ്? അഹ്സൻത. അഹ്സൻത എന്നാലാണ് എന്ത്? നീ നല്ലത് ചെയ്തു എന്ന്. ഇനി അടുത്തത് നുതർജിമു. അപ്പൊ താഴെ 2 അറബി വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ എന്താക്കുക? അറബി മലയാളത്തിലേക്ക് തർജിമ ചെയ്യുക. ഒന്ന്, ഇബാദത്തുൽ മരീദി മിൻ സുന്നത്തി നബിയിന സല്ലല്ലാഹു അലൈഹി. ഇബാദത്ത് അല്ല, എന്താണ്? ഇയാദത്തുൽ മരീദി മിൻ സുന്നത്തി നബിയിന സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അതിന്റെ അർത്ഥം എന്താണ്? രോഗിയെ സന്ദർശിക്കൽ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ പെട്ടതാണ്. ഇയാദത്തുൽ മരീദി മിൻ സുന്നത്തി നബിയിന സല്ലല്ലാഹു അലൈഹി വസല്ലം. രോഗിയെ സന്ദർശിക്കൽ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ പെട്ടതാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഇനി അടുത്തത് രണ്ടാമത്തത്, ഫിനാ ഉൽ ബൈത്തി റായിഉൻ. ഫിനാ എന്ന് പറഞ്ഞാൽ എന്താണ്? മുറ്റം എന്നാണ്. അൽ ബൈത്തി വീടിന്റെ, റായിഉൻ മനോഹരമാണ്. അപ്പൊ വീടിന്റെ മുറ്റം മനോഹരമാണ് എന്നാണ് അതിന്റെ അർത്ഥം. ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.